എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. പച്ച നേന്ത്രക്കായും മുരിങ്ങക്കായും വെച്ച് ഒരു അടിപൊളി കറി. കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു മുറി തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിപ്പഴം, ഉപ്പ്. നമുക്ക് കായ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയണം. കായൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അരിഞ്ഞൊക്കെ വെള്ളത്തിലിടണം. ഇതിൻ്റെ കറ പോകാനാണ് അങ്ങനെ ഇടുന്നത്. ബാക്കിയും കൂടെ നമുക്ക് അരിയാം. ഈ ഒരളവിനാണ് കായൊക്കെ അരിഞ്ഞെടുക്കേണ്ടുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിടാം. ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നാലേ ഇതിൻ്റെ കറയൊക്കെ പോയി കിട്ടത്തുള്ളൂ. മുരിങ്ങയ്ക്ക ഈ അളവിൽ വേണം കട്ട് ചെയ്യാൻ. കറിക്ക് വേണ്ടിയുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 5-6 ചെറിയ ഉള്ളി. അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചുകൊണ്ട് വരാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചക്കായും മുരിങ്ങക്കായും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കായും മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് താളിച്ച് കൊടുക്കാം.
പച്ചക്കായും മുരിങ്ങക്കായും ചേർത്തുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്.